ഇതുമായിട്ട് വളരെ സംവദിക്കുന്നതിനും സംസാരിക്കുന്നതിനും വളരെ നമുക്ക് കിട്ടാവുന്നത് തൃശ്ശൂർ ജില്ലയിൽ കിട്ടാവുന്നതിലേക്ക് ഏറ്റവും മികച്ച ആളുകളാണ്. പിന്നെ ബീച്ച് ഡിവിഷനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം സലീഷ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇന്ന് ഒക്ടോബർ 2 മുതൽ വന്യജീവി വാരാഘോഷം ആചരിക്കുകയാണ്. ഈ ഒക്ടോബർ 2 മുതൽ വരുന്ന ഒരാഴ്ചക്കാലം കേരളത്തിലെ എല്ലാ സാഞ്ചുറികളിലും പ്രവേശനവും പിന്നെ അവിടെ കാണലും എല്ലാം സൗജന്യമായിരിക്കും. ഫ്രീ എൻട്രിയാണ് ഈ ഒരാഴ്ചക്കാലത്തേക്കുള്ളത്. ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ വഴിയാണ് കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്കും നമ്മളുടെ സഹജീവികളിലേക്കൊക്കെ എത്തുന്നത്. അപ്പം നിങ്ങളുടെ ഒരു സഹായവും നിങ്ങളുടെ ഒരു അവബോധവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ വനംവകുപ്പ് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ള വിവരം ജനങ്ങളിലേക്കും അതുപോലെ മറ്റു നമ്മളുടെയൊക്കെ സഹപ്രവർത്തനത്തിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ ഒരു നല്ല സഹകരണം ഉണ്ടെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ വനസംരക്ഷണവും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ 3 സാഞ്ചുറികൾ ഉൾപ്പെടുന്ന നമ്മുടെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ടൂറിസം ഡെസ്റ്റിനേഷനുകൾ കൂടിയാണ് ബീച്ച്, ചിമ്മിനി, വാഴാനി എന്ന് പറയുന്ന സ്ഥലങ്ങൾ. 3 ഡാമിനെ ബേസ് ചെയ്താണ്. വളരെ മനോഹരമായ പ്രദേശങ്ങളാണ്. ഇപ്പോൾ ജില്ലയിലെ ഏകദേശം 1.5 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകൾ ഓരോ സ്ഥലത്തും വരുന്നുണ്ട്. ചിമ്മിനിയിലും ബീച്ചിലും വാഴാനിയിലും ഒക്കെ. ഇതെല്ലാം ഈ കാട് സംരക്ഷിക്കുന്നതിനോടൊപ്പം ഈ കാട് പങ്കിടുന്ന അനുഭവങ്ങളും കാട് പങ്കിടുന്ന ഫോറസ്റ്റുകൾ, ജലം, വായു, ഇതുപോലെ ഒരുപാട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യാത്ത ഒരുപാട് വിഭവങ്ങളും പിന്നെ സർവീസസും കാട് പ്രദാനം ചെയ്യുന്നു. But even though these animals, നമുക്കിപ്പോൾ അങ്ങോട്ട് പോയി ആളുകളെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഈ 14 ആളുകളെ സഞ്ചരിക്കാനുള്ള സ്ഥലമല്ല. 50 സ്ക്വയർ കിലോമീറ്റർ 100 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ള ഒരു ഏരിയയിൽ ഈ 14 ആളുകൾ നിൽക്കുകയാണെങ്കിൽ സയന്റിഫിക്കലി ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അതൊക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ദിസ് ഈസ് എ ഹൈ ടൈം വി ഹാവ് സ്റ്റാർട്ടഡ് ബിക്കോസ് ദ മന്ത് ഓഫ് ജാനുവരി നോട്ട് ഓൺലി റിഫണ്ട് അതർ അനിമൽസ് ആൾസോ. കുളമ്പൻ ശല്യമുണ്ട്, കാട്ടുപോത്തുണ്ട്, സ്നേക്ക് ഉണ്ട്. ഹ്യൂമൻ വൈൽഡ് കോൺഫ്ലിക്റ്റ് ഈസ് വൈഡ് സ്പെക്ട്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് ഞാൻ കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല. റെസ്പെക്റ്റഡ് ഹാഫ്സായിട്ട് വന്നിട്ട് ഭയങ്കര വിസിറ്റഡ് അല്ലെങ്കിൽ അണി ചിമ്മിനി ബീച്ച് ഏരിയാസ് കുറച്ച് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ചെറിയ ഐഡിയ ഉണ്ട്. ബട്ട് ദേ ആർ ദ പേഴ്സൺസ് ദേ ആർ വർക്കിംഗ് ടുവർഡ്സ് ഡേ ആൻഡ് നൈറ്റ് to mitigate these conflict issues. Definitely the help of the media, press, whatever thing, definitely it is the key role we have to play. അത് നാട്ടുകാരെ സംരക്ഷിക്കാൻ നമ്മളുടെ ഒരു വെൽഫെയറിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് കോൺസെപ്റ്റ്സിൽ മാറിയിട്ടുണ്ട്. നമ്മൾ പണ്ടുപോലെ കോൺസെപ്റ്റ്സ് വനത്തിൻ്റെ കോൺസെപ്റ്റിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. We know that 2021 കേരള has started eco restoration policy in our country. വേറെ ഏത് രാജ്യത്തിലും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വന്നിട്ടില്ല. So we are forest we cannot create, but it was after a huge discussion we have to create eco restoration also. Creating forest by the name of other, you can say it is a Miyawaki, whatever name you call it, but it won't be the nature of the original forest. It's a created forest. അതുകൊണ്ട് ഈ വനം നശിക്കാതെ പിന്നെ ഹ്യൂമൻ വൈൽഡ് കോൺഫ്ലിക്റ്റ് ഉള്ള കാര്യങ്ങൾ വളരെ പോസിറ്റീവ് സൈഡിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മൾ വൈൽഡ് ലൈഫ് വാർഡൻ അനിൽ ആൻഡ് ടീം, Sumo Sakaria and Rafi, their team. So they have taken the things very nicely. We should go forward actually because I am also sitting in this shoe circle. So I have to coordinate in my landscape also. This Malayato, it goes up to this Munnar and other areas. So that we have to deal with the landscape approach, especially for this Malayalam. So even though there is a